ഹലോ ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നത്തെ സെഷനിൽ നമ്മൾ 90 ഡിഗ്രി വരുന്ന ഒരു സർക്കിൾ സ്കേർട്ടിൻ്റെ ഡീറ്റെയിൽഡ് പാറ്റേൺ ആണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ മെത്തേഡ് ഉണ്ട്, അതുപോലെ തന്നെ പാറ്റേണും വരുന്നുണ്ട്. ഇത് വളരെ ഡെപ്തിലുള്ളൊരു വീഡിയോ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് പഠനാവശ്യത്തിനുള്ളതായതുകൊണ്ട് ബിഗിനേഴ്സിനായതുകൊണ്ട് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എക്സ്പ്ലനേഷൻസ് വരുന്നുണ്ട് കേട്ടോ. സർക്കിൾ സ്കേർട്ടിൻ്റെ എല്ലാ ആംഗിളിലുള്ള പാറ്റേൺസും നമ്മൾ പല ക്ലാസ്സുകളായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ അതിലേക്ക് കയറി കാണുക. അതിൽ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻസ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ളതിൻ്റെ ചാർട്ടുകളെല്ലാം വീഡിയോയുടെ ലാസ്റ്റ് വീണ്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ. സെഷനിൽ നമ്മൾ ഒരു പ്യുവർ പാറ്റേൺ മേക്കിംഗ് ആണ് ഇനി പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ സർക്കിൾ സ്കേർട്ടിൻ്റെ പാറ്റേൺ ആണ് ചെയ്യാൻ പോകുന്നത്. സർക്കിൾ സ്കേർട്ടിൻ്റെ ഒരുവിധം എല്ലാ ആംഗിൾസും, അതായത് 90 ഡിഗ്രി 180 ഡിഗ്രി അങ്ങനെ എല്ലാ ആംഗിൾസും വരുന്ന ഒരു പാറ്റേൺ മേക്കിങ്ങിൻ്റെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി അതിന് ആംഗിൾസ് എന്താണ്, അതിൻ്റെ പാറ്റേൺ മേക്കിംഗ് നമുക്ക് എന്തൊക്കെ വേണം, അങ്ങനെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു സർക്കിൾ സ്കേർട്ട് ചെയ്യാൻ എന്തൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്നത് ഫുൾ സർക്കിൾ സ്കേർട്ട് 360 ഡിഗ്രിയുടെ കാര്യമാണ് പറയുന്നത്. പക്ഷേ അതൊരു സർക്കിളിൻ്റെ കാര്യമായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. നമുക്ക് എങ്ങനെയാണ് അതെന്നുള്ളത് നോക്കാം. ഒരു സർക്കിളിൻ്റെ റേഡിയസ്, അതായത് സെൻറ്റർ മുതൽ ഏതെങ്കിലും ഒരു പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ റേഡിയസ് എന്ന് പറയുന്നത്. അത് നമ്മൾ എല്ലാവരും സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളത് നമുക്ക് അറിയുകയും ചെയ്യാം. സർക്കംഫറൻസ് എന്താണെന്ന് നമുക്കറിയാം. അതിൻ്റെ ചുറ്റളവിനെയാണ് നമ്മൾ സർക്കംഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സെൻറ്റർ പോയിന്റിൽ നിന്ന് ഏതെങ്കിലും ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്, ആ സർക്കിളിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ റേഡിയസ് എന്ന് പറയുന്നു. അതുപോലെ ചുറ്റളവിന് നമ്മൾ സർക്കംഫറൻസ് എന്ന് പറയുന്നു. ഇതിപ്പോൾ നമ്മുടെ സ്കേർട്ടിൻ്റെ കേസിലാകുമ്പോൾ ഇത് നമ്മുടെ വേസ്റ്റിൻ്റെ ഭാഗം, അതായത് നമ്മുടെ ഇലാസ്റ്റിക് ഇട്ട് നമ്മൾ ബോഡിയിൽ അറ്റാച്ച് ചെയ്യുന്ന വേസ്റ്റ് ഭാഗമാണ് ഈ സർക്കംഫറൻസ് ആയിട്ട് വരിക. നമ്മുടെ സെൻറ്റർ പോയിന്റിൽ നിന്ന് ഈ ഉള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് സ്കേർട്ടിൻ്റെ ഓപ്പൺ പോർഷനിലേക്ക് നമുക്ക് കിട്ടേണ്ട ഒരു മെഷർമെൻറ്റ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നോർമലി ഇതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല ഉണ്ട്. അതായത് ഒരു സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് അതിൻ്റെ റേഡിയസ് കണക്കാക്കുന്നത്, അതായത് ഒരു സെൻറ്റർ പോയിന്റിൽ നിന്ന് ഒരു പോയിന്റിലേക്ക്, അതായത് സർക്കിളിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിനെ കണ്ടെത്തുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലയാണ് റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഈ ദൂരം എന്ന് പറയുന്നത് സർക്കംഫറൻസ്, അതായത് ഇതിൻ്റെ ചുറ്റളവിൻ്റെ ബൈ 2π എന്നാണ് മീൻ ചെയ്യുന്നത്. 2π എന്ന് പറയുന്നത് ഈ ഫുൾ സർക്കിളിൻ്റെ കാര്യത്തിലാണ് 2π വരുന്നത് കേട്ടോ. നമ്മുടെ സ്കേർട്ടിൻ്റെ സ്റ്റേജിൽ ഈ മെഷർമെൻറ്റ്സിൽ മാറ്റങ്ങൾ വരും. ഈ 2π എന്ന് പറയുന്നതിൻ്റെ വാല്യൂ ആണ് 6.28 വരുന്നത്. ഇത് കംപ്ലീറ്റ് മാത്തമാറ്റിക്സ് ആണ്, ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട, കുറച്ചുകൂടി സിമ്പിളായിട്ട് നമ്മൾ അപ്പുറത്തേക്കും പറഞ്ഞു തരുന്നുണ്ട്. അതായത് ഒരു പൈ എന്ന് പറയുന്നത്, അതായത് ഈ പൈ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 3.14 ആണ്. ഇവിടെ 2π, ഈ 3.14 × 2π എന്ന് പറയുമ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമല്ലോ, അങ്ങനെയാണ് 6.28 വന്നിട്ടുള്ളത്. അപ്പോൾ മൊത്തം ഒരു സർക്കിളിൻ്റെ ആണെങ്കിൽ അതിന് നമ്മൾ മെഷർ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ് ടോട്ടൽ വരുന്ന നമ്മുടെ വേസ്റ്റ് അളവാണ് സർക്കംഫറൻസ്. അതിനെ ഡിവൈഡ് ചെയ്യുക എത്ര കൊണ്ട്, 6.28 കൊണ്ട്. ഈ വാല്യൂ മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഇനി ഇതിൻ്റെ കുറച്ച് ഡെപ്തിലേക്ക് പോകാം. മാത്തമാറ്റിക്സ് ഒക്കെ മാറ്റി നമുക്ക് കുറച്ച് നമ്മൾക്ക് വേണ്ട മെഷർമെൻറ്റ്സിൻ്റെ കേസിലേക്ക് പോകാം കേട്ടോ. ഓക്കെ, ഇനി നമ്മുടെ സ്കേർട്ടിൻ്റെ കേസിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഇത് സ്കേർട്ടിൻ്റെ അടിഭാഗമായിട്ടാണ് വരിക. ഈ റൗണ്ട് വരുന്ന പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു അംബ്രല്ല സ്കേർട്ട് നിവർത്തി, നമ്മളൊരു പ്ലാറ്റ്ഫോമിൽ ഒരു പ്രതലത്തിൽ നിവർത്തിയിട്ട് നോക്കുമ്പോൾ നമുക്ക് എങ്ങനെയല്ലേ കാണാൻ പറ്റുക, ആ സ്കേർട്ട് റൗണ്ട് ആയിട്ടിരിക്കും. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇലാസ്റ്റിക്കോ ബാൻഡോ വാട്ട് എവർ എങ്ങനെയാണോ നിങ്ങൾ ബോഡിയിൽ അറ്റാച്ച് ചെയ്യാനായിട്ട് ഫോം വരുത്തിയിട്ടുള്ളത് അത് ഈ ഭാഗത്താണ് വരിക അല്ലേ. അപ്പോൾ നമ്മുടെ ഇലാസ്റ്റിക്കോ അതല്ലെങ്കിൽ ഓപ്പണിംഗ് വരുന്നത് ഈ സൈഡിലായിരിക്കും, ഇത് സ്കേർട്ടിൻ്റെ അടിഭാഗമായിരിക്കും. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വേസ്റ്റ് അല്ലെങ്കിൽ ബെൽറ്റ് റൗണ്ട്, അതായത് ബെൽറ്റ് വരുന്നത് ഈ ഭാഗമാണ്. ഇവിടെ മുതൽ ഇവിടെ വരെയുള്ളതാണ് സ്കേർട്ടിൻ്റെ ലെങ്ത്, അതല്ലാതെ സെൻറ്റർ പോയിന്റ് തൊട്ട് താഴെ വരെയുള്ളതല്ല സ്കേർട്ടിൻ്റെ ലെങ്ത്. ഓക്കെ, നമ്മളുടെ ഈ പോയിന്റ് സെൻറ്റർ പോയിന്റ് മുതൽ ഇവിടെ വരെ, അതായത് വേസ്റ്റ് ഇടുന്ന ബെൽറ്റ് വരെയുള്ള അളവ് വേറെയും ഈ വേസ്റ്റുമെന്ന്, അതായത് ബെൽറ്റുമെന്ന് താഴേക്കാണ് നമ്മൾ സ്കേർട്ടിൻ്റെ ലെങ്ത്തിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഓരോ ആംഗിൾ വൈസ് അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓരോ ആംഗിൾ വൈസ് വരുന്ന നമ്മളുടെ ഡ്രാഫ്റ്റിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ പാറ്റേൺ മേക്കിങ്ങും നമുക്ക് നോക്കാം കേട്ടോ. നമ്മൾ നോർമലി പറയുമ്പോൾ ഒരു സർക്കിൾ സ്കേർട്ട് എടുക്കുമ്പോൾ നമുക്ക് 4-5 ലെവലിൽ അതിനെ പറയാം. ഒന്ന് 90 ഡിഗ്രിയുടെ ഉണ്ട്, അതുപോലെ തന്നെ 270 ഡിഗ്രിയുടെ ഉണ്ട്, 180 ഡിഗ്രി, അതുപോലെ 360 ഡിഗ്രി ആൻഡ് 720 ഡിഗ്രി. ഇങ്ങനെ 4-5 മെഷർമെൻറ്റ്സിലാണ് നമ്മളൊരു സർക്കിൾ സ്കേർട്ട് ചെയ്യുക നോർമലി. അപ്പോൾ അതിൽ 90 ഡിഗ്രി സ്കേർട്ടിന് നമ്മൾ എന്ത് പറയും, ക്വാർട്ടർ സർക്കിൾ സ്കേർട്ട് എന്ന് പറയും, അതായത് കാൽ സർക്കിൾ സ്കേർട്ട് എന്ന് പറയും. അതെന്തുകൊണ്ടാണെന്നുള്ളത് അപ്പുറത്തെ ഡ്രാഫ്റ്റിങ്ങിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 270 ഡിഗ്രിയുടെയും 180 ഡിഗ്രിയുടെയും 360 ഡിഗ്രിയുടെയും പിന്നെ അപ്പോൾ ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ അങ്ങോട്ട് കടക്കുമ്പോൾ പറഞ്ഞു തരാം കേട്ടോ.
അപ്പോൾ നമുക്കിനി ആ സെഗ്മെന്റിലേക്ക് പോവാം. ഓക്കെ നമുക്കിപ്പോൾ ഈ 90 ഡിഗ്രി സർക്കിൾ സ്കേർട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. എങ്ങനെയാണ് 90 ഡിഗ്രി, എന്താണ് 90 ഡിഗ്രി സർക്കിൾ സ്കേർട്ട് എന്ന് നോക്കാം. ഒരു സർക്കിളിൻ്റെ ഫുൾ മെഷർമെൻറ്റ്, അതായത് ഒരു വൃത്തം പൂർണ്ണമായിട്ട് നമ്മൾ അളന്നു കഴിഞ്ഞാൽ അത് വരുന്നത് 360 ഡിഗ്രിയാണ്. ഓക്കെ, ഒരു സർക്കിളിൻ്റെ ഫുള്ള് മെഷർമെൻറ്റ് 360 ഡിഗ്രിയാണ്. അപ്പോൾ അതിന് 4/1 തുണി കൊണ്ട്, അതായത് 4/1 ഭാഗം, വളരെ കുറച്ച് തുണി കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു സ്കേർട്ട്, അതിന് 4/1 ഭാഗം തുണി കൊണ്ട് നമ്മൾ ചെയ്യുന്ന സ്കേർട്ടാണ് 90 ഡിഗ്രി വരുന്ന സർക്കിൾ സ്കേർട്ട് എന്ന് പറയുന്നത്. അതിന് നമുക്ക് എന്തൊക്കെ മെഷർമെൻറ്റ്സ് വേണം, അതിൻ്റെ കാൽക്കുലേഷൻ മെത്തേഡ് എന്തൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു റേഡിയസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്തിനാണ് റേഡിയസ്? അത് നമ്മൾ ഈ പറയുന്ന നമ്മളുടെ വേസ്റ്റ് സർക്കംഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ നോർമൽ സ്കേർട്ടിന് നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് സ്ക്വയർ ആയിട്ടല്ല നമ്മളിതിൽ മെഷർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചെറിയൊരു കേർവിങ് ആയിട്ട് അല്ലെങ്കിൽ ഒരു റൗണ്ട് ആയിട്ടാണ് നമ്മളുടെ സർക്കിൾ സ്കേർട്ട് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വേസ്റ്റ് ഭാഗം നമ്മൾ കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നോർമലി ഉള്ള സ്കേർട്ടിൻ്റെ പോലെ അളന്നു കഴിഞ്ഞാൽ ഇതിൽ തെറ്റ് പറ്റും. ഒരുപക്ഷെ ലൂസ് ആവാനും അതല്ലെങ്കിൽ ഒരുപക്ഷെ ടൈറ്റ് ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെ കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് വളരെ ഫിനിഷിങ്ങിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന മെത്തേഡാണ് ഇവിടെ മുതൽ ഈ സ്കേർട്ടിൻ്റെ സെൻറ്റർ പോർഷൻ മുതൽ നമ്മുടെ വേസ്റ്റ് അളവ് വരെയുള്ള റേഡിയസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. അതാണ് ഈ മെഷർമെൻറ്റ്. നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ സർക്കിൾ സ്കേർട്ടിൻ്റെ ഇതിൽ നമ്മൾ റേഡിയസ് എന്ന് പറയുന്നത് നമ്മളുടെ വേസ്റ്റ് ഭാഗത്തെ റേഡിയസിനെയാണ് കേട്ടോ. അതാദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കി വെക്കാം. അപ്പോൾ നമ്മൾ 90 ഡിഗ്രി സർക്കിൾ സ്കേർട്ട് എന്ന് പറയുമ്പോൾ ഇത്ര ഭാഗമാണ് നമുക്ക് വേണ്ടു. അതായത് വളരെ കുറച്ച് തുണിയിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു സർക്കിൾ സ്കേർട്ടാണ് 90 ഡിഗ്രി. ഓക്കെ, ഇതിനെ നമ്മൾ ക്വാർട്ടർ സർക്കിൾ സ്കേർട്ട് എന്നും പറയുന്നുണ്ട്. ഓക്കെ, 1/4 സർക്കിൾ സ്കേർട്ട് എന്നും നമ്മൾ പറയും. ഓക്കെ, ഇതിൻ്റെ റേഡിയസ്, അതായത് ഈ വേസ്റ്റിന് നമ്മുടെ വേസ്റ്റിൻ്റെ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഫോർമുലയാണ് ഈ പറയുന്നത്. ഇതിൽ ഈ പറയുന്ന 1.57 എന്ന് പറയുന്ന നമ്പർ ഫിക്സഡ് ആണ്, അതൊരിക്കലും മാറില്ല. അത് എത്ര കുഞ്ഞു കുട്ടികളുടെ മെഷർമെൻറ്റിനായാലും എത്ര വലിയവരുടെ മെഷർമെൻറ്റിനായാലും ഈ 1.57 എന്ന് പറയുന്ന മെഷർമെൻറ്റിൽ യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല. ഇതിൻ്റെ മുകളിൽ വരുന്ന വേസ്റ്റ് സർക്കംഫറൻസ് എന്ന് പറയുന്നത് നമ്മളുടെ വേസ്റ്റ് അളവിൽ ഓരോരുത്തരുടെയും അരഭാഗത്തെ വണ്ണം വ്യത്യാസം ഉണ്ടാവുമല്ലോ. ഈ വേസ്റ്റ് അളവ് മാത്രമേ മാറുള്ളൂ. ഈ 1.57 എന്ന് പറയുന്നത് ഫിക്സഡ് ആയിട്ടുള്ള ഒരു നമ്പറാണ്. ഇതിൽ വേരിയേഷൻസോ മാറ്റങ്ങളോ വരുന്നതല്ല. അതിൻ്റെ കാരണം ഈ റേഡിയസ് കണക്കാക്കാനുള്ള 90 ഡിഗ്രിയുടെ റേഡിയസ് കണക്കാക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഇതാണ്. അല്ല, ക്വാർട്ടർ സർക്കിൾ സ്കേർട്ടിന് വേസ്റ്റ് സർക്കംഫറൻസ്, അതായത് നമ്മുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതിനെ π/2 എന്നാണ് അതിൻ്റെ ഫോർമുല. ഓക്കെ, π/2 എന്നാണ് ഇതിൻ്റെ ഫോർമുല. π/2ൻ്റെ വാല്യൂ ആണ് 1.57 എന്നത്. അതുകൊണ്ടാണ് അതിവിടെ ഫിക്സഡ് ആയിട്ട് നിൽക്കുന്നത്, മാറാതെ വരുന്നത്. മനസ്സിലായോ? കുറച്ച് മാത്തമാറ്റിക്സ് ആണ്. അപ്പോൾ ഇതിൽ ഒരു പൈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ പറഞ്ഞു 3.14 ആണ്. ഓക്കെ, അതുകൊണ്ട് ഹാഫ് പൈ എന്ന് പറയുമ്പോൾ അതിൻ്റെ വാല്യൂ 1.57 ആണ്. അപ്പോൾ അതുകൊണ്ട് ഇത് മാറില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 1.57 എന്ന് പറയുന്ന ഹാഫ് പൈയുടെ വാല്യൂ വെച്ചിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അതുപോലെ സ്കേർട്ടിൻ്റെ ലെങ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ്. സ്കേർട്ടിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ നോർമലിയുള്ള സ്കേർട്ടിൻ്റെ പോലെയല്ല. ഈ സ്കേർട്ടിൽ സർക്കിൾ സ്കേർട്ടിൻ്റെ ലെങ്ത് നമ്മൾ ഈ സെൻറ്റർ പോയിന്റിൽ നിന്ന് താഴേക്കല്ല മെഷർ ചെയ്യുക. നമ്മളുടെ വേസ്റ്റ് വരുന്ന വേസ്റ്റ് മെഷർമെൻറ്റ് താഴേക്കാണ് ലെങ്ത് മെഷർ ചെയ്യേണ്ടത്. ആദ്യം നമ്മളപ്പോൾ സ്കേർട്ട് കട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യം റേഡിയസ് മാർക്ക് ചെയ്യണം. അതിനുശേഷം അവിടെ നിന്ന് താഴേക്കാണ് സ്കേർട്ടിൻ്റെ ലെങ്ത് നമ്മൾ മാർക്ക് ചെയ്യുക. അതായത് ഈ A മുതൽ B വരെയാണ് സ്കേർട്ടിൻ്റെ ലെങ്ത്. അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഫുൾ ലെങ്ത്, ഒരു സ്കേർട്ടിൻ്റെ ഫുൾ ലെങ്ത് എത്രയാണോ ആ ഫുൾ ലെങ്ത്തിൽ നിന്നും ബാൻഡ് വിഡ്ത്ത്, നമ്മുടെ ഇലാസ്റ്റിക് ബാൻഡ് ആണെങ്കിൽ ആ ബാൻഡ് ഇടുന്ന ബാൻഡിന് ഒരു വിഡ്ത്ത് ഉണ്ടായിരിക്കുമല്ലോ, ആ ബാൻഡ് വിഡ്ത്തിൻ്റെ കൂടെ 1 ഇഞ്ച് മാർജിൻ, അതായത് ബാൻഡ് മടക്കി അടിക്കാനുള്ള 1 ഇഞ്ച് മാർജിനും മടക്കി അടിച്ച് ബാൻഡ് അറ്റാച്ച് ചെയ്യണമല്ലോ സ്കേർട്ടിലേക്ക്, ആ 1 ഇഞ്ച് മാർജിനും ചേർത്തിട്ടുള്ളതാണ് നമ്മളുടെ സ്കേർട്ടിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അതായത് A മുതൽ B വരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് ഫുൾ ലെങ്ത്തിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടി അതിൽ നിന്നും ബാൻഡ് വിഡ്ത്ത് കുറയ്ക്കുന്നതാണ്. ഓക്കെ, ഇനി ബാൻഡ് ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? വേസ്റ്റ് നമ്മളുടെ ഈ വേസ്റ്റ് അളവിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ കൂട്ടുക. എന്താണ്? സിബ് വെക്കാനാണെങ്കിൽ അത് നമ്മൾ ചില സ്കേർട്ടുകൾക്ക് ഷോർട്ട് മെറ്റീരിയൽക്കൊക്കെയാണ് നമ്മൾ സിബാണ് അറ്റാച്ച് ചെയ്യുക. അങ്ങനെ സിബാണ് അറ്റാച്ച് ചെയ്യുന്നതെങ്കിൽ ബാൻഡിൻ്റെ ലെങ്ത്, വിഡ്ത്ത് അല്ല പറയുന്നത്, ബാൻഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ കുറേ ചുളിഞ്ഞ് കിടക്കാനായിട്ട് ഇടില്ല. സിബാണ് അറ്റാച്ച് ചെയ്യുന്നതെങ്കിൽ കുറേ ചുളിഞ്ഞ് കിടക്കാനായിട്ട് ഇടില്ല. കറക്റ്റ് വേസ്റ്റ് മെഷർമെൻറ്റ് എടുത്തിട്ട് 1 ഇഞ്ച് മാത്രമേ അതിൻ്റെ കൂടെ കൂട്ടുള്ളൂ. അത് സിബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
അതല്ല ഇലാസ്റ്റിക് ആണ് ഇടുന്നതെങ്കിൽ, ഇലാസ്റ്റിക് ആണെങ്കിൽ നമുക്കറിയാം നോർമലി ഇവിടെ ഓപ്പണിംഗ് ഉണ്ടായിരിക്കില്ല. അപ്പം നമുക്ക് ഒന്നുകിൽ സ്കേർട്ട് താഴെ കൂടെ മുകളിലേക്ക് വലിച്ചിടേണ്ടി വരും, അല്ലെങ്കിൽ തല വഴി താഴേക്ക് സ്കേർട്ട് ഇറക്കേണ്ടി വരും. ഇത് രണ്ട് തന്നെയായാലും താഴെ കൂടെ കയറ്റുകയാണെങ്കിൽ നമ്മുടെ സീറ്റ് ഭാഗത്തോടെ സ്കേർട്ട് മുകളിലേക്ക് കയറണം. അപ്പോൾ സീറ്റ് ഭാഗത്തിന്റെ വണ്ണത്തിനേക്കാൾ കൂടുതൽ ഇവിടെ വണ്ണം ഉണ്ടെങ്കിൽ മാത്രമാണ് സീറ്റുമേ കൂടെ നമുക്ക് മുകളിലേക്ക് വലിച്ച് ഇടാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഇൻ കേസ് അത് മുകളിലൂടെയാണ് തല വഴിയാണ് സ്കേർട്ട് താഴേക്ക് ഇടുന്നത് എങ്കിൽ അപ്പോഴും നമ്മുടെ ചെസ്റ്റ് ഭാഗത്തിന് വിരിവ് കൂടുതലാണ്. ആ ചെസ്റ്റ് ഭാഗം കവർ ചെയ്തിട്ട് വേണം വേസ്റ്റിലേക്ക് സ്കേർട്ട് എത്തുന്നതിനായിട്ട്. അപ്പോൾ അതുകൊണ്ടും ഈ താഴെ കൂടെ വലിച്ച് മുകളിലേക്ക് ഇടാനായാലും മുകളിൽ കൂടെ സ്കേർട്ടിന് താഴേക്ക് ഇറക്കാനായാലും രണ്ട് മെത്തേഡിലൂടെ ആയാലും നമുക്ക് സ്കേർട്ടിൻ്റെ ഈ ഭാഗത്ത് വേസ്റ്റ് ഭാഗത്ത് കുറച്ച് അളവ് കൂടുതൽ വേണം. അപ്പോൾ ഇലാസ്റ്റിക് ഇടുന്ന കേസിലാണെങ്കിൽ നമ്മൾ വേസ്റ്റ് അളവിൻ്റെ കൂടെ ഒരു 5 അല്ലെങ്കിൽ 8 ഇഞ്ചൊക്കെ നമ്മൾ കൂടുതലിടും. കൂടുതൽ വേസ്റ്റ് ലെങ്ത് ഇട്ടാലാണ് ബാൻഡ് ലെങ്ത് ഇട്ടാലാണ് നമുക്ക് ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ബാൻഡിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ 3 ഇഞ്ചാണ് നോർമലി എടുക്കുന്നത്. അപ്പം നമ്മളത് മടക്കി ഫോൾഡ് ചെയ്ത് വരുമ്പോൾ അത് 1.5 ഇഞ്ച് ആവും. അതുകൂടാതെ ഒരു 1/2 ഇഞ്ച് മാർജിൻ കൂടി അതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യും. ഇനി എങ്ങനെയാണ് എത്ര മെറ്റീരിയൽ വേണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഒരു 90 ഡിഗ്രി സ്കേർട്ട് തയ്ക്കാൻ എത്രത്തോളം ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ വേണമെന്നാണ് നോക്കുന്നത്. അതായത് മെറ്റീരിയൽ കാൽക്കുലേഷനിൽ സ്കേർട്ടിൻ്റെ ലെങ്ത് എത്രയാണോ അതിൻ്റെ കൂടെ നമുക്ക് കിട്ടിയ റേഡിയസ് എത്രയാണോ അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടെ നമ്മൾ ആഡ് ചെയ്തു. ഇത് തുണി എത്ര എടുക്കണം എന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഒരു 90 ഡിഗ്രി സ്കേർട്ട് നിങ്ങൾക്ക് തയ്ക്കണമെങ്കിൽ അതിന് എത്രത്തോളം തുണി വേണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് കേട്ടോ. അപ്പം നമുക്കൊരു റിസൾട്ട് കിട്ടുമല്ലോ. ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഒരു റിസൾട്ട് കിട്ടി, അതിന് നമ്മൾ റിസൾട്ട് 1 എന്ന് വിളിക്കുന്നു. അതിനെ നമ്മൾ 40 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. ഇത് എത്ര മീറ്റർ തുണി വേണമെന്ന് മനസ്സിലാക്കാനാണ് കേട്ടോ. കാരണം ഈ 40 എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കുക. 1 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 39.37 ഇഞ്ചസ് ആണ്. അത് ഞാൻ റൗണ്ട് ചെയ്ത് 40 എന്നിവിടെ എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അതിനെ 40 ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് കുറച്ചുകൂടി സിമ്പിൾ ആയിരിക്കും അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ. പിന്നെ ഒരു 1/2 ഇഞ്ചിൻ്റെ വ്യത്യാസമൊക്കെ ഉള്ളൂ. അത് വലിയ കാര്യമായിട്ട് നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ 40 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എത്രയാണോ അത്ര മീറ്റർ തുണിയാണ് നിങ്ങൾക്ക് ഈ സ്കേർട്ട് തയ്ക്കാനായിട്ട് ആവശ്യം. ഇത് ചെറിയ കുട്ടികൾക്കായാലും വലിയ കുട്ടികൾക്കായാലും ഒക്കെ ഏകദേശം ഈ ഒരു കാൽക്കുലേഷൻ ശരിയാണ്. പിന്നെ ഒരു തീരെ കിഡ്സിനുള്ള മെഷർമെൻറ്റ് നിങ്ങൾ ലാസ്റ്റ് പറയുന്നത് അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് വെച്ചേക്കും. അപ്പോൾ മെറ്റീരിയലിന് ക്വാണ്ടിറ്റി കുറച്ചുകൂടി നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. ഇതിലൊക്കെ പ്രധാനമായിട്ടും വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഒരു മിനിമം 44 ഇഞ്ചെങ്കിലും ഇല്ലാത്ത തുണി എടുത്തു കഴിഞ്ഞ് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഒരുപാട് ജോയിൻറ്റ്സ് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. മിനിമം 44 ഇഞ്ചോ അതിന് മേലേക്കോ എത്ര വീതി കൂടുതലുള്ള തുണി കിട്ടുന്നു അത്രയും നമുക്ക് അളവ് കുറവ് മതിയായിരിക്കും, സ്കേർട്ടിന് ഭംഗിയും കൂടും. അപ്പോൾ എപ്പോഴും വീതിയുള്ള തുണി മാത്രം ചൂസ് ചെയ്യാൻ ശ്രമിക്കുക ഈ സർക്കസ് സ്കേർട്ടുകൾ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ മെഷർമെൻറ്റ്സ് വരുന്നത്. ഈ മെഷർമെൻറ്റ്സിൻ്റെ ഒരു കാൽക്കുലേഷൻ മെത്തേഡ് ഉണ്ട്. അത് ഇനി കാൽക്കുലേഷൻ ചാർട്ട് വഴി ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, ഞാനിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമ്മളിപ്പോൾ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഒരു 90 ഡിഗ്രിയുടെ ഇതുപോലെ നമ്മൾ എല്ലാത്തിൻ്റെ പാറ്റേണും ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യം നമുക്ക് 90 ഡിഗ്രിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. 90 ഡിഗ്രിയിൽ നമ്മളിപ്പോൾ ജസ്റ്റ് എക്സാമ്പിളായിട്ട് എടുക്കുന്നതാണ്. ഇതൊരു കറക്റ്റ് മെഷർമെൻറ്റുള്ള ജസ്റ്റ് ഒരു എക്സാമ്പിൾ, നിങ്ങൾക്കൊരു പാറ്റേൺ മേക്കിംഗ് ഒന്ന് കാണിച്ചു തരാനുള്ള ഒരു എക്സാമ്പിൾ മാത്രമാണ്. നമ്മുടെ എക്സാമ്പിൾ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് വേസ്റ്റ് അളവ് 20 ആണ്. അതായത് ഇലാസ്റ്റിക് ഇടുന്ന ഭാഗത്തെ വണ്ണം 20 സെൻറ്റിമീറ്റർ ആണ്. ഞാനൊരു സെൻറ്റിമീറ്റർ ആണ്, ഇത് ജസ്റ്റ് ഒരു ഡെമോ മാത്രമാണ്. 20 സെൻറ്റിമീറ്ററിലൊന്നും ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു വെയറബിൾ കോസ്റ്റ്യൂമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ പക്ഷേ ഇതിൻ്റെ കാൽക്കുലേഷൻ മെത്തേഡ്സും ഫോർമുലകളും എല്ലാം കറക്റ്റ് തന്നെയാണ്. ഞാൻ കുറച്ച് ചെറിയ സൈസിൽ ചെയ്യാനായിട്ട് സെൻറ്റിമീറ്ററിലേക്ക് എടുത്തുവെന്നേ ഉള്ളൂ. ഇത് തന്നെ ഇഞ്ചിലേക്ക് കൺവേർട്ട് ചെയ്ത് നമുക്കൊരു വെയറബിൾ കോസ്റ്റ്യൂമായിട്ട് ഉപയോഗിക്കാം കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ലെങ്ത് 22 സെൻറ്റിമീറ്ററും വേസ്റ്റ് സർക്കംഫറൻസ് 20 സെൻറ്റിമീറ്ററും ആണ് ഞാനിപ്പോൾ ഇവിടെ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു സാമ്പിളായിട്ട് എടുക്കുന്നത്. അതിൽ 90 ഡിഗ്രിയുള്ള ക്വാർട്ടർ സർക്കിൾ സ്കേർട്ടിനെയാണ് നമ്മളിപ്പോൾ പാറ്റേൺ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഫോർമുല വരുന്നത് എന്താ? റേഡിയസ് ആണ് നമുക്ക് ആദ്യം കാണേണ്ടത്. റേഡിയസിൻ്റെ ഫോർമുല വേസ്റ്റ് സർക്കംഫറൻസ് ബൈ ഹാഫ് പൈ, അഥവാ നമ്മളെടുത്തു 90യുടെ ക്വാർട്ടർ സർക്കിൾ സ്കേർട്ടിൻ്റെ ഫോർമുല എന്തായിരുന്നു? വേസ്റ്റ് സർക്കംഫറൻസ് ബൈ π/2 അഥവാ ഹാഫ് പൈ എന്ന് വെച്ചാൽ വേസ്റ്റ് സർക്കംഫറൻസ് ബൈ 1.57. കണ്ടോ, വേസ്റ്റ് സർക്കംഫറൻസ് ബൈ 1.57. അപ്പം നമ്മുടെ വേസ്റ്റ് അളവ് നമ്മളിവിടെ ഡെമോക്ക് എടുത്തുള്ളത് 20 ആണ്. 20നെ 1 ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് 12.74 എന്നാണ്. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി, ഇത്
ഇത് ഈ 90 ഡിഗ്രി സർക്കിൾ സ്കേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ തുണി എത്ര ഫോൾഡിലാണ് ഇടേണ്ടത് എന്നാണ് പറയുന്നത്. നമ്പർ ഓഫ് ഫോൾഡിങ്, ഇവിടെ 1 ഫോൾഡ്, സിംഗിൾ ഫോൾഡിലാണ് തുണി ഇട്ടിട്ടുള്ളത്. ഓക്കെ, ഇനി ലെങ്ത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ ഫോർമുല കണ്ടിരുന്നു. ഫുൾ ലെങ്ത്തിൽ നിന്നും ബാൻഡ് വിഡ്ത്ത് കുറയ്ക്കുക, അതിൻ്റെ കൂടെ 1 ഇഞ്ച് ആഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ലെങ്ത് എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയാലും 180 ആയാലും 270 ആയാലും ഏത് മെഷർമെൻ്റ് ആയാലും ലെങ്ത്തിൻ്റെ ഫോമിലേക്ക് ഒരു മാറ്റവും ഇല്ല, അത് സെയിം തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലെങ്ത് 21.5 ആണ് കേട്ടോ. ഞാനിതൊക്കെ സെൻറ്റിമീറ്ററിലാണ് ഫോളോ ചെയ്യുന്നത്, ഇഞ്ചിലേക്കല്ല. ഓക്കെ ഓക്കെ ദെൻ നമുക്കിനി ഇതിൻ്റെ പാറ്റേൺസ് എങ്ങനെയാണ് 90 ഡിഗ്രിയുടെ അതായത് ക്വാർട്ടർ സർക്കിൾ സ്കേർട്ടിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന മെഷർമെൻറ്റ്സ് ഇതാണ്, നമ്മുടെ ഫോർമുല വരുന്നത് ഇതാണ്, കാൽക്കുലേഷൻ ഇതാണ്, റിസൾട്ട് കിട്ടിയിട്ടുള്ളത് 12.74ഉം അതുപോലെ തന്നെ ഫോൾഡിങ്സ് 1ഉം ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഫുൾ ലെങ്ത് നമുക്ക് വരുന്നത് 21.5 ആണ് നമുക്ക് വേണ്ടത്. ഇത്രയും മെഷർമെൻറ്റ്സിനെ ഫോളോ ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഒരു 90 ഡിഗ്രിയുടെ സർക്കിൾ സ്കേർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് കൂടാതെ ഇനിയൊരു കാൽക്കുലേഷൻ കൂടി നമുക്ക് ബാലൻസ് നിൽക്കുന്നുണ്ട്. അതായത് നമ്മൾ നേരത്തെ കണ്ട നമ്മളുടെ കാൽക്കുലേഷൻ മെത്തേഡ് വെച്ച് നോക്കുമ്പോൾ ഇതാ മെറ്റീരിയൽസ് റിക്വയർഡ്, ഇതും കൂടെ കറക്റ്റ് ആണോ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ വിഡ്ത്ത് ഒരു 44 ഇഞ്ചുള്ള ഒരു ക്ലോത്തിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. 44 ഇഞ്ച് വിഡ്ത്തുള്ള ഒരു ക്ലോത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഫോളോ ചെയ്യുന്നത് സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇഞ്ച് മാറ്റി സെൻറ്റിമീറ്റർ ആക്കിയിട്ടാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, നോർമലി ഇപ്പോൾ 44 ഇഞ്ച് വിഡ്ത്തുള്ള ക്ലോത്തിൻ്റെ കാര്യമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മിനിമം. ഓക്കെ, അതിൽ റിക്വയർഡ് മെറ്റീരിയൽ കാൽക്കുലേഷൻ, അതിൽ സ്കേർട്ട് ലെങ്ത് എത്രയാണ് നമുക്ക് വരുന്നത്? ഒരു നമ്മുടെ 22 ആണ് നമ്മളുടെ സ്കേർട്ടിൻ്റെ ലെങ്ത് വരുന്നത്. പ്ലസ് റേഡിയസ് എത്രയാണ് നമുക്ക് വരുന്നത്? ഇതാ നമ്മളുടെ സ്കേർട്ടിൻ്റെ ലെങ്ത് 22 ആണ്. അതിൻ്റെ റേഡിയസ് നമുക്ക് കിട്ടിയുള്ള റേഡിയസ് റിസൾട്ട് എത്രയാണ്? 12.74 പ്ലസ് 2 ഇഞ്ചസ് ആണ് നമ്മുടെ ഫോർമുലയിൽ പറയുന്നത്. ആ 2 ഇഞ്ചസ് ആഡ് ചെയ്യാം. ടോട്ടൽ നമുക്കപ്പോൾ കിട്ടുന്നത് 36.74 ഇഞ്ചസ് ആണ് കേട്ടോ. ഇഞ്ചസ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത് സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ വേണ്ടത് 44 ഇഞ്ച് ലെങ്ത്തിൽ 44 ഇഞ്ച് വിഡ്ത്തുള്ള 36.74 അഥവാ 37 എന്ന് ഞാനിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ 37 ഇഞ്ച് ലെങ്ത്തിൽ 44 ഇഞ്ച് വീതിയുള്ള തുണി ഉണ്ട് എങ്കിൽ നമുക്ക് ഈ പറഞ്ഞ 90 ഡിഗ്രി സർക്കിൾ സ്കേർട്ട് ചെയ്യാമെന്നാണ് നമ്മുടെ ഈ കാൽക്കുലേഷൻ പറയുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് 44 ഇഞ്ച് വിഡ്ത്തുള്ള 37 ഇഞ്ച് ലെങ്ത്തിൽ ക്ലോത്ത് ഉണ്ട് എങ്കിൽ നമുക്കൊരു 90 ഡിഗ്രി സർക്കിൾ സ്കേർട്ട് ചെയ്യാം. ഏത് മെഷർമെൻറ്റിൽ? ഈ പറയുന്ന 20 സെൻറ്റിമീറ്റർ 20 ഇഞ്ചസ് ആണെങ്കിൽ 20 ഇഞ്ചസ് ആണെങ്കിൽ 20 ഇഞ്ചസ് വേസ്റ്റ് അളവും 22 ഫുൾ ലെങ്ത്തുമുള്ള ഒരു സർക്കിൾ സ്കേർട്ട് 90 ഡിഗ്രി സർക്കിൾ സ്കേർട്ട് ചെയ്യാൻ നമുക്ക് 44 ഇഞ്ച് വീതിയുള്ള 37 ഇഞ്ച് തുണി മതി എന്നാണ് പറയുന്നത്. ഇത് കറക്റ്റ് ആണോ നമുക്കിനി ഒന്ന് ചെക്ക് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ എല്ലാ മെഷർമെൻറ്റ്സും ഇവിടെ സെൻറ്റിമീറ്ററിലേക്കാണ് ഫോളോ ചെയ്യുന്നത്. നമുക്ക് പാറ്റേൺ കട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ സെൻറ്റിമീറ്ററിലേക്ക് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് പാറ്റേൺ മേക്കിംഗ് ആയതുകൊണ്ട് മാത്രം, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ടാണ് സെൻറ്റിമീറ്ററിലേക്ക് ഫോളോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ നിങ്ങളത് ഇഞ്ചിലാണ് മെഷർമെൻറ്റ്സ് ബോഡിയിൽ നിന്ന് എടുക്കുന്നതെങ്കിൽ അത് ഇഞ്ചിൽ തന്നെ ഫോളോ ചെയ്യാം. അതല്ല നിങ്ങൾ സെൻറ്റിമീറ്ററിലാണ് മെഷർമെൻറ്റ്സ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അത് സെൻറ്റിമീറ്ററിൽ, എല്ലാ മെഷർമെൻറ്റ്സും സെൻറ്റിമീറ്ററിൽ തന്നെ ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി കാൽക്കുലേഷൻ കറക്റ്റ് ആണോ എന്നതിൽ ചെക്ക് ചെയ്യാം. ഈ പേപ്പറിലാണ് നമ്മളിപ്പോൾ പാറ്റേൺ മേക്കിംഗ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പാറ്റേൺ മേക്കിംഗ് ചെയ്യാൻ പോകുമ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ വീതിയും നീളവും കറക്റ്റ് ആണോ എന്ന് അറിയാം. അപ്പോൾ നമ്മളിതാ നോക്കിക്കോളൂ. ഓക്കെ, ഒരു 46 ഇവിടെ ഒരു 46 ആണ്, 44 എന്ന് പറഞ്ഞു, പക്ഷേ ഒരു 46 ആണ് നമ്മൾ എടുത്തിട്ടുള്ള മെഷർമെൻറ്റ് കേട്ടോ. 46 ഇഞ്ച് വീതിയും അതുപോലെ തന്നെ ഇതാണ് തുണിയുടെ വീതി, ഇതാണ് തുണിയുടെ നീളമായിട്ട് എടുത്തുള്ളത്. ഇതാ 37 കണ്ടോ, 37. ഈ 37 ആണ് നമുക്ക് സ്കേർട്ടിന് വേണ്ട ലെങ്ത് ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിലാണ് നമ്മൾ നമ്മളുടെ സ്കേർട്ടിനെ ചെയ്യാൻ പോകുന്നത്, 90 ഡിഗ്രി സ്കേർട്ടിന് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇതല്ലേ വീതി സൈഡ്, ഇതല്ലേ ഇറക്കം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വീതി സൈഡ് ഇങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്.
മനസ്സിലായോ? അപ്പോൾ ഇതാണ് നമ്മളുടെ വിഡ്ത് സൈഡ്. ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഇതാണ് തുണിയുടെ വീതി, ഇതാണ് ലെങ്ത്. ഓക്കെ, ഇത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ 90 ഡിഗ്രി സ്കേർട്ടിന് നേരത്തെ നമ്മൾ വായിച്ച പോലെ നമ്മുടെ ടേബിളിൽ കണ്ട പോലെ ഒന്നുകൂടെ നോക്കാം. ഇതാ നമ്മുടെ സ്കേർട്ടിന്റെ ഇതിൽ കണ്ട പോലെ നമ്പർ ഓഫ് ഫോൾഡിങ് നമുക്ക് 1 ആണ് അല്ലേ. അതായത് ഞാൻ പ്രത്യേകിച്ച് ഫോൾഡ് ഒന്നും ചെയ്യണില്ല, സിംഗിൾ ലെയറിൽ എടുത്തിട്ടിരിക്കുകയാണ്. ഇനി നമ്മളുടെ വേസ്റ്റ് അളവ്, വേസ്റ്റിന്റെ റേഡിയസിന്റെ റിസൾട്ട് 12.74 സെന്റിമീറ്റർ കേട്ടോ. അപ്പൊ നമുക്ക് അത് മെഷർ ചെയ്യാം. എങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് മടക്കേണ്ടത് നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് നെയിം ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്നത് ഈ സി എന്ന് പറയുന്ന പോയിന്റിനെടുത്ത് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് കൊണ്ടുവന്ന് കണക്ട് ചെയ്യാണ്. കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാ, ഈ പോയിന്റ് ഇതുപോലെ തന്നെ നമുക്ക് ഷാർപ്പായിട്ട് കിട്ടണം. ഇവിടെ നിന്ന് ഇത് നീങ്ങി പോകാൻ പാടില്ല കേട്ടോ. ഈ പോയിന്റ് ഷാർപ്പായിട്ട് നിൽക്കണം. എന്നിട്ട് ഈ എയിൽ നിന്ന് ബിയിലേക്കുള്ള ലൈനുമായിട്ട് ഈ സി എന്ന് പറയുന്ന പോയിന്റിനെ കൊണ്ട് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഫോൾഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഇനി നോക്കുമ്പോൾ ഇവിടെയാണ് നമ്മൾ സ്കേർട്ടിന്റെ ലെങ്ത് അളക്കുക കേട്ടോ. നമ്മൾ ഇതിങ്ങനെ ഒരു കോർണർ ടു കോർണർ ആയിട്ട് നമ്മൾ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്തിനാണ് നമ്മൾ ഈ റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്തത്? ഈ റേഡിയസിന്റെ ആവശ്യം എവിടെ വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ റേഡിയസ് കിട്ടുന്നത് റിസൾട്ട് 12.74. അതായത് ഇത് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, നമ്മളുടെ ഈ റേഡിയസ് അതായത് വേസ്റ്റിലേക്കുള്ള ലെങ്ത് ആണ് ഈ പറയുന്ന 12.74. നമുക്കപ്പോൾ 12.74 എടുത്ത് അത് കറക്റ്റ് ചെയ്തിട്ട് നോക്കാം. എന്ത് സെന്റിമീറ്റർ ആണ് ഫോളോ ചെയ്യുന്നത്? ഈ പോയിന്റിൽ ഈ കോർണറിൽ നിന്ന് ഇതാ ഇങ്ങോട്ട് 12.74 എന്ന് പറഞ്ഞാൽ ഏകദേശം 12.3 ഇവിടെ വരും സെന്റിമീറ്ററിൽ. ഓക്കെ, അതിനി ഈ കോർണറിൽ വെച്ചിട്ട് തന്നെ നമ്മൾ പതിയെ നീക്കി ഈ 12.74 ഇങ്ങനെ മാർക്ക് ചെയ്ത് വരണം. കണ്ടോ, ഇതാണ് നമ്മുടെ 12.74 എന്ന് പറയുന്ന മെഷർമെന്റ്. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ സ്കേർട്ടിന്റെ ലെങ്ത് അളക്കേണ്ടത്. ലെങ്ത് എത്രയാണ് നമുക്ക് വേണ്ടത്? 21.5 ആണ് നമ്മുടെ ചാർട്ടിൽ കിട്ടിയിട്ടുള്ളത്. ലെങ്ത് കാൽക്കുലേഷനിൽ കിട്ടിയത് 21.5. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് 21.5 നമ്മൾ മെഷർ ചെയ്യേണ്ടത്. 21.5 ഇവിടെ വരും. അപ്പൊ അത് ഇതുപോലെ തന്നെ നീക്കി വെച്ച് നമ്മൾ മാർക്ക് ചെയ്തെടുക്കണം. Then ഇത് നമ്മുടെ വേസ്റ്റ് ഭാഗം, ഇത് നമ്മുടെ സ്കേർട്ടിന്റെ ലെങ്ത്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ വേസ്റ്റ് അളവ് കറക്റ്റ് ആണോ നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. നമ്മളുടെ സ്കേർട്ടിന്റെ പാറ്റേൺ വരുന്നത്. ഓക്കെ, നമ്മുടെ പാറ്റേൺ ഇപ്പം ഇങ്ങനെയാണ് നമുക്ക് കട്ട് ചെയ്ത് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതായത് ഇത് സ്കേർട്ടിന്റെ ഇറക്കം, ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള സ്കേർട്ടിന്റെ ഇറക്കം. അത് നമുക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, 21.5 ഇവിടെ നോക്കിയേ, കണ്ടോ 21.5. അതുപോലെ ഇനി ഈ വേസ്റ്റ് ഭാഗത്തെ അരവണ്ണം കറക്റ്റ് ആണോ എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ എടുത്തുള്ളത് എത്രയാണ് വേസ്റ്റ് അളവ്? നമ്മുടെ എക്സാമ്പിളിൽ എടുത്തുള്ളത് എത്രയാ? വേസ്റ്റ് 20 സെന്റിമീറ്റർ ആണ് അല്ലേ. അപ്പൊ നമുക്കത് കൃത്യമായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ടോ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. എന്താ ഏകദേശം 10 2ആയിട്ടല്ലേ ഇത് മടങ്ങി കിടക്കുന്നത്. അപ്പൊ 10.5 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഏകദേശം 21 സെന്റിമീറ്ററോളം നമുക്ക് വേസ്റ്റ് അളവ് വരുന്നുണ്ട്. അപ്പൊ ഏകദേശം തയ്യൽ തുമ്പ് ചെറുതായിട്ട് അതിൽ കിട്ടും. ഇതാ, ഇനി നമുക്ക് ഇതിനെ മടക്കി ഇതിനെ നിവർത്തി ഇങ്ങനെ കണ്ടോ, നമ്മൾ മെഷർമെന്റ് അപ്പോൾ
കറക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ നമ്മളിവിടെ സ്റ്റിച്ചിങ് ചെയ്യും. അതിനുശേഷം ഇത് വേണമെങ്കിൽ നമുക്ക് സെൻറ്ററിലേക്കായിട്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ നമ്മൾ എന്തെങ്കിലും ബട്ടണോ അതുപോലെ അങ്ങനെ എന്തെങ്കിലും ബട്ടൺസ് കൊടുത്ത് ഡെക്കറേറ്റീവ് ആക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ബോ കൊടുക്കണമെങ്കിൽ ബോ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓപ്ഷനാണ്, എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ 90 ഡിഗ്രി സർക്കിൾ സ്കേർട്ടിൻ്റെ ഫൈനൽ റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സ്കേർട്ടിൻ്റെയും നമ്മളുടെ ആംഗിൾസ് മാറുമ്പോൾ സ്കേർട്ടിന് വരുന്ന ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ പാറ്റേൺ കട്ട് ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, സ്കേർട്ടിന് ശേഷം നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ബെൽറ്റാണ് കേട്ടോ. ബെൽറ്റ് ചെയ്യാനായിട്ടുള്ള നമ്മുടെ ഫോർമുല വെച്ച് നോക്കുമ്പോൾ നമ്മളിപ്പോൾ ഇലാസ്റ്റിക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 5 to 8 ഇഞ്ച്. ഇത് വലിയവരുടെ കാര്യത്തിലാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കുട്ടികളുടെ കാര്യത്തിലൊക്കെ ആകുമ്പോൾ നമുക്ക് 3 ഇഞ്ച് വരെ അല്ലെങ്കിൽ 5 ഇഞ്ച് വരെയൊക്കെ കൊടുത്താൽ മതി. 8 ഇഞ്ചൊക്കെ പറയുന്നത് വലിയവരുടെ മെഷർമെൻറ്റിനാണ്. കുട്ടികളുടെ മെഷർമെൻറ്റ് ആകുമ്പോൾ ഒരു 5 ഇഞ്ചൊക്കെ ധാരാളമാണ് കേട്ടോ ഇലാസ്റ്റിക്കിനാണെങ്കിൽ. ജിബിനാണെങ്കിൽ 1 ഇഞ്ച് എന്നുള്ളത് വലിയവരിലും ചെറിയവരിലും ഒക്കെ 1 ഇഞ്ച് തന്നെ എടുത്താൽ മതി. അപ്പോൾ നമ്മളിനി അടുത്ത് ചെയ്യുന്നത് ബാൻഡാണ്. നമുക്ക് എക്സസ് ഉള്ള കട്ട് ചെയ്തതിന് മാറ്റിയതിന് ശേഷമുള്ള ബാക്കി ക്ലോത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ബാൻഡ് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിൽ വരുന്നത് നമുക്ക് ബാൻഡ് വിഡ്ത്ത് വരുന്നത് 3 ഇഞ്ചസ് ആൻഡ് 1/2 ഇഞ്ച് മാർജിൻ. അപ്പോൾ നമ്മളിൽ 3 സെൻറ്റിമീറ്റർ 1/2 ഇഞ്ച്, അപ്പോൾ 3 and 1/2 ഇഞ്ചാണ് നമുക്ക് ഇതിൽ വേണ്ടത്. സെൻറ്റിമീറ്റർ ആണ് ഇതിൽ വേണ്ടത്. അടുത്തത് ലെങ്ത് വേണ്ടത് എത്രയാണ്? വേസ്റ്റ് സർക്കംഫറൻസ് നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മുടെ വേസ്റ്റ് അളവ് 20 ആണ് നമ്മൾ എക്സാമ്പിൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ 20 പ്ലസ് ഒരു 3 അല്ലെങ്കിൽ ഒരു 5, അപ്പോൾ 25 സെൻറ്റിമീറ്റർ ലെങ്ത്തും 3 and 1/2 സെൻറ്റിമീറ്റർ വിഡ്ത്തുമുള്ളൊരു ബാൻഡാണ് നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കേണ്ടത്. നമുക്കത് കറക്റ്റ് ആണോ നോക്കാം. 3 and 1/2 കറക്റ്റ് ആണ്. 20 ആയിരുന്നു നമ്മളുടെ സർക്കംഫറൻസ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളൊരു 1 ഇഞ്ച് 21 or 22 ഇഞ്ചസിൻ്റെ ഒരു ബാൻഡ് നമുക്ക് ഇതിന് കട്ട് ചെയ്തെടുക്കാം. നമുക്കിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ബാൻഡിന് നമ്മൾ 2 ഫോൾഡിലാണ് അറ്റാച്ച് ചെയ്യുക കേട്ടോ. സ്കേർട്ടിലേക്ക് 2 ഫോൾഡ് ചെയ്യും. ഇത് നമ്മുടെ തയ്യൽ തുമ്പ് പോകും. നമ്മുടെ സ്കേർട്ടിലേക്ക് ഈ ബെൽറ്റിന് ഇങ്ങനെ അറ്റാച്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്കേർട്ട് കിട്ടിയിട്ടുണ്ട്, ബെൽറ്റ് കിട്ടിയിട്ടുണ്ട് 90 ഡിഗ്രിയുടെ. ഇത് രണ്ടും തന്നെ നമുക്ക് മെഷർ ചെയ്തിട്ടുള്ള നമ്മളെടുത്ത പേപ്പറിൽ നിന്ന് കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കാൽക്കുലേഷൻ ഫോർമുലയിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാവേണ്ട കാര്യമായിരുന്നു ഈ വേസ്റ്റ് അളവ് കറക്റ്റായോ, ലെങ്ത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടോ, അതുപോലെ തന്നെ മെറ്റീരിയൽ കാൽക്കുലേഷൻ കറക്റ്റ് ആയിരുന്നോ. ഇതിൽ നമ്മളെല്ലാം പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ റേഡിയസ് കാൽക്കുലേഷൻ പക്കയായിരുന്നു. അതുപോലെ സ്കേർട്ട് ലെങ്ത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ലെങ്ത് ഇതിൽ കിട്ടിയിട്ടുണ്ട്. എക്സസ് അതായത് നമുക്ക് കട്ട് ചെയ്യാനോ ജോയിൻ ചെയ്യാനോ ഒന്നും വേണ്ടി വന്നില്ല, വേറെ ഒന്നും ജോയിൻ ചെയ്യേണ്ടി വന്നിട്ടില്ല. നമ്മുടെ മെറ്റീരിയൽ കാൽക്കുലേഷനും കറക്റ്റ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഫോർമുലയിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 90 ഡിഗ്രിയിൽ വരുന്ന സർക്കിൾ സ്ക്വയറിന് നമ്മുടെ ഈ ഫോർമുല പക്കയായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കറക്റ്റ് മെഷർമെൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഇത് വെച്ച് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അതിനുശേഷം നമുക്ക് 180 ഡിഗ്രിയിൽ വീണ്ടും ജോയിൻ ചെയ്യാം.